ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വീട് ചെറിയൊരു റിനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീടെന്ന് പറഞ്ഞാൽ ഒരു 34 കൊല്ലം പഴക്കമുള്ള വീടാണ്. ഏട്ടനൊക്കെ ചെറുതുള്ളപ്പം എടുത്ത വീടാണ്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറേ ആയി ചെയ്തിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വീടിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറേ സംസാരിച്ചു, രണ്ടാൾ ഐഡിയാസും ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇതിപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന വെച്ചാൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം എടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഉള്ള വീഡിയോ വന്നിത്. അപ്പോൾ ആദ്യം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഹാളിൽ നിന്ന് തന്നെ 3 റൂമിലേക്ക്, പഴയ മോഡൽ വീടാണ്. അപ്പം 3 ബെഡ്റൂമിലേക്കും നേരെ ഹാളിൽ നിന്ന് തന്നെ പോകുന്ന രീതിയിലുള്ള ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഒരു പ്രൈവസീൻ്റെ പ്രശ്നമുണ്ടല്ലോ നമുക്ക്. അങ്ങനെ ഇങ്ങനെയാണ് ഈ ഹാളിൽ നിന്നുള്ള ആ ഒരു ഡോറ് മാറ്റുക, അതുപോലെ കിച്ചൺ കുറച്ചൊന്ന് വൃത്തിയാക്കുക, പിന്നെ പെയിൻറ്റിങ് അത്യാവശ്യം ഒരു ഭംഗിയാക്കുക എന്നുള്ള രീതിയിലുള്ള ചെറിയ ഒരു ഐഡിയാസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇതാണ് നമ്മളെ കിച്ചൺ. അപ്പോൾ കിച്ചണാണ് ഏറ്റവും നല്ലോണം മോശമായിട്ടുണ്ടായിരുന്നത്. നല്ലോണം പെയിൻറ്റും ഒക്കെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഒന്ന് കുറക്കണം എന്നുണ്ടായിരുന്നു. കിച്ചണിൻ്റെ ഭയങ്കര നീളത്തിലുള്ള കിച്ചൺ, വീട്ടിലെ ഏറ്റവും വലിയ റൂം കിച്ചണാണ്. അപ്പോൾ അതൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യം റിനോവേഷൻ്റെ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല, പെയിൻറ്റിങ് ചെയ്യാമെന്നുള്ളതുണ്ടായി. പിന്നെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഐഡിയ വന്നപ്പോൾ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ഉപയോഗിക്കാത്ത ബാത്റൂം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്ന് വെച്ചാൽ കുറച്ച് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് പരിപാടി ഉണ്ടായത്. ഡോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഈ 2 ഡോറും മെയിൻ ബെഡ്റൂമിലേക്കുള്ളതും അതുപോലെ ഈ പൂജാമുറി ഇപ്പുറത്തുണ്ടായ റൂമിൻ്റെയും ഡോറൊന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അത് കിച്ചണിലൂടെ 2ലേക്കും എൻ്റർ ചെയ്യുന്ന രീതിയിലേക്ക് ഡോറൊന്ന് മാറ്റിയിട്ട് ചെയ്യാനാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ ചെടികളൊക്കെ മാറ്റി, ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ചെടികളൊക്കെ ഇങ്ങനെ മാറ്റി അങ്ങനെയെല്ലാം പണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോറൊക്കെ മാറ്റാൻ ആദ്യം ചെയ്തു. അപ്പോൾ ഇവിടെ ഡോറ് ക്ലോസ് ചെയ്തു. അതുപോലെ ഈ ഡോറും ക്ലോസ് ചെയ്തിട്ട് അപ്പുറത്തെ വശത്ത് നിന്നും, അതായത് അടുക്കളയുടെ വശത്ത് നിന്നും 2ലേക്കും എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് ആക്കിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുന്ന പോലത്തെ ഒരു തട്ടുണ്ടായിരുന്നു, അത് അടച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഡോർ ഫിക്സ് ചെയ്യണം. എന്നിട്ട് അപ്പുറത്തെ വശത്ത് നിന്ന് എൻ്റർ ചെയ്ത് ഹാളിൽ നിന്ന് ഈ റൂമിൽ 2 റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത് ക്ലോസ് ചെയ്യണം. അതുപോലെ അടുക്കളത്തെ തട്ടൊക്കെ കളഞ്ഞു, ബാത്റൂമിൻ്റെ ഇതിൻ്റെയൊക്കെ ഡോറൊക്കെ കളഞ്ഞു. അതിനുശേഷം ഇതുള്ളതെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച സ്റ്റോർ റൂമും അതുപോലെ ആ ബാത്റൂമിൻ്റെ നടുക്കുള്ള ചുമര് തട്ടിക്കളഞ്ഞു. അപ്പോൾ 2 കുറച്ച് വലിയ റൂമായിട്ട് കിട്ടി. മുമ്പ് ഇപ്പോൾ ഡൈനിങ് റൂം ഉണ്ടായിട്ടില്ല, നമ്മൾ കിച്ചണിൽ നിന്ന് കഴിക്കും അല്ലെങ്കിൽ ഹോളിൽ TV കണ്ടുകൊണ്ട് കഴിക്കും ഫുഡ്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൈനിങ് റൂം ചെറുതായിട്ടൊന്ന് ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 കൂടി ഉപയോഗിച്ചിട്ട് നമുക്കൊരു ചെറിയ ഡൈനിങ് റൂം ആക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടി. ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇതാ ഫുള്ള് കട്ട് ചെയ്തു, എല്ലാം അടക്കേണ്ട സംഭവങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്ക് ഇത് ഈ റൂമിൽ ടൈലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു സിമെൻറ്റ് പോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ മോശമായിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും കുഴപ്പമില്ല. അതൊക്കെ ബാക്കി ഇപ്പം നമ്മുടെ മൊസൈക്ക ഉണ്ടായത് ഹാളിൽ, അതുപോലെ തന്നെ അടുക്കളയിൽ കടപ്പ സ്റ്റോൺ ഉണ്ടായത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ടൈലാക്കി മാറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോളിഷ് മെഷീൻ വെച്ചിട്ട് പോളിഷ് ചെയ്യുന്നത്, അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ റൂമിലത് ഭയങ്കര മോശമായിരുന്നു ഫ്ലോർ, അതുകൊണ്ട് അതിന് ടൈൽസ് ഇട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം ഏകദേശം ഇങ്ങനെയായിട്ടുള്ളത്. ഈ 2 ഡോറിൻ്റെയും ആ സ്പേസ് ക്ലോസ് ചെയ്തു. എന്നിട്ട് അവിടെയാണ് പൂജ ചെയ്യാനുള്ള ആ ഒരു തട്ട് പോലെ ആക്കിയെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടച്ചതിൻ്റെതും ഇത് കുറച്ച് വൃത്തികേടായി തോന്നും. അപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഷോ ഐറ്റംസ് വെക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആക്കണമെന്നുണ്ട്. അടുക്കളയിലെ തട്ടൊക്കെ പൊളിച്ച സമയത്തുള്ള കാഴ്ച കാണുന്നത്. പിന്നെ മാറ്റാനുണ്ടായിരുന്നത് ഈ ഹാളിലുള്ള ഒരു വാഷ് ബേസ് ആയിരുന്നു. മുമ്പ് പഴയ ഒരു രീതിയൊക്കെ അറിയില്ല, ഇപ്പം ഡ്രോയിങ് റൂമിൽ തന്നെ ആയിരിക്കും ഒരു മേശ ഇട്ടിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വാഷ് ബേസ് ഉണ്ടാക്കി. അപ്പം ഇതൊക്കെ ഈ ഫുഡ് കഴിക്കുന്ന സെറ്റപ്പൊക്കെ ഇങ്ങോട്ടേക്ക് മാറിയപ്പോഴും വാഷ് ബേസ് അടുത്ത് തന്നെ കിടന്നു. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു, കാരണം അതിൻ്റെ താഴെ വെള്ളത്തിൻ്റെ ഇതൊക്കെ വീണ് കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം മാറ്റണമെന്ന് ആദ്യം തീരുമാനിച്ചതാണ്. അപ്പോൾ അതും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒന്നര മാസത്തോളം കണ്ടിന്യൂ വർക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം അങ്ങനെ വർക്കൊക്കെ തീർന്ന് അപ്പോൾ ഒന്ന് സ്വസ്ഥമായി. അപ്പോൾ അതിന് ശേഷമുള്ള ഇതൊക്കെയാണ് വീഡിയോസാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല മാറ്റം വന്നു, ഒരുപാട് പഴക്കമുള്ള വീടാണ്. അപ്പം നമ്മൾ ആദ്യം ആലോചിച്ചത് വിജയിക്കോ ഇല്ലയോ, ഭംഗി ഉണ്ടാവുമോ. അപ്പം കുറേ ഏട്ടൻ്റെ ഐഡിയാസാണ്, പിന്നെ കുറേ എൻ്റെ ഐഡിയാസാണ്. അപ്പോൾ ഈ ഡൈനിങ് റൂമൊക്കെ എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. എൻ്റെ ചുമര് തട്ടുമ്പോൾ വലിയ റൂമോ, അപ്പോൾ അങ്ങനെ അതെൻ്റെ ഐഡിയ ആയിരുന്നു. അതങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ എക്സ്ട്രാ ഒരു ജനൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പം ഡീറ്റെയിൽഡ്, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം. നമുക്ക് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇതാണ് എൻ്റെ ക്രാഫ്റ്റൊക്കെ സൂക്ഷിക്കുന്ന റൂം. ഇവിടെ ആരും കടക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അതുപോലെ മറ്റേ ചാനലിലേക്കുള്ള വീഡിയോ എടുക്കുന്ന പരിപാടിയും അതുപോലെ ബോട്ടിൽ ആർട്ട് ചെയ്ത കുപ്പിയൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ ഈ റൂമിലാണ് ഇതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ വാവേൻ്റെ റൂം. അവളെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണുള്ളത്. അതുപോലെ അവൾ ക്രാഫ്റ്റും അത്യാവശ്യം എൻ്റെ മാതിരി കുറച്ച് ക്രാഫ്റ്റും അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കും. ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം നമ്മളെ രണ്ടാളെയും ക്രാഫ്റ്റ് പരിപാടിയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ വീടിനൊന്ന മാറ്റം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് അത്യാവശ്യം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അപ്പം ഭംഗിയാക്കാൻ ശ്രമിക്കാൻ നമ്മൾ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് നല്ല നല്ല കുഞ്ഞു വ്ളോഗ്സും ഫണ്ണി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.